മധുരക്കിഴങ്ങ് കട്ട്ലേറ്റ്, സ്വീറ്റ് പൊട്ടാറ്റോ കട്ട്ലേറ്റ്. ഇതുണ്ടാക്കാൻ ഞാൻ വലിയൊരു മധുരക്കിഴങ്ങ് എടുത്തു. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് അതും കട്ട് ചെയ്തെടുത്തു. പിന്നെ 2 പച്ചമുളക് അതും കട്ട് ചെയ്തെടുത്തു. പിന്നെ ചെറിയ 2 ബീട്രൂട്ട് അതും കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്കൊന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് ഒരു കുക്കറിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ടൊന്ന് അടച്ചു വെച്ച് വേവിപ്പിച്ചെടുത്തു. ഇതിൽ ആഡ് ചെയ്യാൻ കുറച്ച് കറിവേപ്പില എടുത്തു. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും. വേറൊരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി എടുത്തു. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് മുമ്പേ അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. കുക്കറിലെ പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ക്യാരറ്റും പൊട്ടാറ്റോയും ബീട്രൂട്ടൊക്കെ ഒന്നിച്ചാണ് വേവിപ്പിച്ചത്. അത് സെപ്പറേറ്റ് ആക്കണം. ഇനി ആദ്യം ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോയിലെ അതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റിയെടുത്തു. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് ചതച്ചെടുക്കാം. അത് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഞാൻ ആദ്യം മധുരക്കിഴങ്ങിൻ്റെ മുകളിലേക്ക് ഈ ക്യാരറ്റും ബീട്രൂട്ടും ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലയും പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. കുഴച്ചെടുത്തു. നന്നായി ഒന്ന് കുഴച്ചെടുത്തു. ഇപ്പോൾ നമുക്ക് കട്ട്ലേറ്റിന് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഉരുട്ടി വെക്കാം. കൈകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഉരുട്ടി വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇനി ഈ കട്ട്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. മസാല ഞാനൊന്ന് നല്ലോണം കൈ കൊണ്ടൊന്ന് നന്നായി ഉരുട്ടി അരിപ്പൊടിയും മുട്ടയും കൂട്ടിച്ചേർത്ത് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേറൊരു കട്ട്ലേറ്റും കൂടി ഉണ്ടാക്കാം. അതും ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുത്ത് അരിപ്പൊടിയിൽ മിക്സ് ചെയ്ത്, അരിപ്പൊടിയല്ല അരി മുട്ട മിക്സ് ചെയ്ത് മുക്കിയെടുത്ത് നമുക്ക് പാനിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഓരോന്നായി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് ഈ കട്ട്ലേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വേറെ മസാല ബാക്കിയുണ്ട്. അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 7 കട്ട്ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അധികം എണ്ണമൊന്നും ഇല്ലാത്ത കട്ട്ലേറ്റാണ്. സ്മോൾ സൈസ് കട്ട്ലേറ്റാണ്. അല്ല, മീഡിയം സൈസാണ്, സ്മോൾ അല്ല. ഇത് 4ാമത്തെ കട്ട്ലേറ്റാണ്. ഇത് ഒരു ഭാഗം വെന്ത് വന്ന് മറ്റൊരു ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ സാധാരണ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ പാനിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കിയത് വെളിച്ചെണ്ണയിൽ മുക്കി എടുക്കണം. എന്നാലേ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഞാൻ വെളിച്ചെണ്ണ കുറക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് ലാസ്റ്റ് 3 കൂടി ആക്കി വെച്ച് ഇപ്പോൾ ടോട്ടല്
എത്ര എണ്ണമായി? 2, 4, 6, 7 കട്ട്ലേറ്റ് ഉണ്ട്. അതൊന്ന് പൊട്ടിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സാധാരണ കട്ട്ലേറ്റ് പോലെ തന്നെയുണ്ട്, പക്ഷേ മധുരക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.